അപ്പോൾ നേരത്തെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ പാറ്റേൺ വെച്ചിട്ടാണ് നമ്മൾ ക്ലോത്തിൽ കട്ട് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഇപ്പോൾ എടുത്തിരിക്കുന്നത് ബാക്ക് പോർഷൻ ആണ് കേട്ടോ. നമ്മൾ ഹിപ്പ് റൗണ്ട് മാത്രം നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടായില്ല, അത് മാത്രം നമ്മൾ മാർക്ക് ചെയ്യാണ്. ഇത് ഈ കുട്ടിക്ക് ഹിപ്പ് റൗണ്ട് അതായത് എത്ര ഇതിൽ സ്ലിറ്റ് വരണമെന്ന് കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു 18 ഇഞ്ച് ലെങ്തിലാണ് സ്ലിറ്റ് വരേണ്ടതെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മളിത് ഇങ്ങനെ വരച്ചു കൊടുക്കാം. ആ 18 നേരെ ഒരു വര ഒന്ന് വരച്ചു കൊടുക്കാം. ഈ കുട്ടിയുടെ ഹിപ്പ് റൗണ്ട് വരുന്നത് 35 ആണ്. 35 4 കാണുമ്പോൾ നമുക്ക് വേണ്ടത് 8.75 ആണ്. 8.75 നമ്മളിവിടെ മാർക്ക് ചെയ്യാം. നമ്മളിവിടെ ഒരു 3/4 ഇഞ്ചാണ് നമ്മൾ ലൂസ് കൊടുക്കുന്നത്. 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിന് നേരെ നമ്മള് ഇങ്ങനെയാണ് വരയ്ക്കേണ്ടത് കേട്ടോ. അങ്ങനെയാണ് വരച്ചു പോയത്. നമ്മളിവിടെ നേരത്തെ കട്ട് ചെയ്ത പാറ്റേണിൽ കട്ട് ചെയ്ത് കളഞ്ഞ ഭാഗത്താണ് ആം ഹോൾ കട്ട് ചെയ്ത് വെച്ചിരുന്നത്. അപ്പോൾ അത് നേരെ ഇതിൽ വെച്ചിട്ട് നമ്മൾ അത് മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് കളയാം കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ മെയിൻ ഫാബ്രിക് രണ്ടാക്കി മടക്കിയിട്ടിട്ട് ലൈനിങ് വെച്ചിട്ട് കട്ട് ചെയ്ത് മാർക്ക് ചെയ്ത് കട്ട് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിശദീകരിക്കുന്നില്ല, നേരത്തെ ലൈനിങ് ചെയ്ത പോലെ തന്നെ ചെയ്യുക. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്ലീവ് എങ്ങനെ കട്ട് ചെയ്യുന്നതെന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതിൽ നമ്മൾ ക്രോസ് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അത് ജോയിൻ ചെയ്തതിന് ശേഷം നമ്മൾ നെക്കിൽ അറ്റാച്ച് ചെയ്യാൻ പോവുകയാണ് കേട്ടോ. ഇനി നമ്മൾ അടിച്ചു കഴിഞ്ഞതിന് ശേഷം ബാക്കിലേക്ക് തിരിച്ചിട്ടിട്ട് അയൺ ചെയ്യുക. നന്നായി അയൺ ചെയ്തിട്ട് വേണം മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യാനായിട്ട്. അപ്പം നല്ല ഫിനിഷിങ്ങോട് കൂടെ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ രണ്ടും കൂടി ഇട്ട് അടിക്കാണ്ട് ലൈനിങ് മാത്രം ചേർത്തടിക്കുക. ബാക്ക് പോർഷനിൽ നെക്ക് ഫിനിഷ് ചെയ്ത പോലെ തന്നെ ഈ പോർഷൻ മൊത്തം ക്രോസ് പീസ് വെച്ച് ഫിനിഷ് ചെയ്യുക. എന്നിട്ട് അതേപോലെ തന്നെ മടക്കി അടിക്കുക അയൺ ചെയ്തിട്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ 2 തുണി ഒരുമിച്ചിട്ട് മടക്കി അടിക്കാണ്ട് ഇതേപോലെ ലൈനിങ്ങിൽ മാത്രം ചേർത്ത് അടിച്ചു കഴിഞ്ഞാൽ ഹെമ്മ് ചെയ്യുക എന്നുള്ളൊരു പരിപാടി ഒഴിവായി കിട്ടും. കണ്ടോ, ഇതിൻ്റെ ഫിനിഷിങ് വന്നത് കണ്ടോ? ഇതേപോലെ മനോഹരമായിട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അതിനുശേഷം നമ്മൾ ഷോൾഡർ നല്ല വശം ഇട്ടിട്ട് ജോയിൻ ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഉള്ളിലത്തെ പോർഷനിൽ, പുറത്തെ പോർഷനിൽ നമ്മൾ കെട്ട് കൊടുക്കും. ഉള്ളിലത്തെ പോർഷനിൽ വേണമെങ്കിൽ ഡയറക്റ്റ് നമുക്കിത് അറ്റാച്ച് ചെയ്യാം ഒരുമിച്ച്. അതിനനുസരിച്ചിട്ട് അത് കട്ട് ചെയ്യണം. ഇവിടെ ഞാനിപ്പോൾ പ്രസ് ബട്ടനാണ് വയ്ക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ സീം അലവൻസ് എത്ര എടുത്തിട്ടുള്ളത് അത് കറക്റ്റ് ചെയ്തൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ ഈ മെറ്റീരിയലിൽ തന്നെ ഈ ഒരു തുണിയുടെ കഷ്ണം കൊണ്ട് തന്നെ ഇതേപോലെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഇവിടെ അറ്റാച്ച് ചെയ്യാൻ പോവുകയാണ്. അതിനുശേഷം നമ്മൾ സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി ഇതിൽ ഞാൻ കുറേ ഒന്നും കാണിക്കുന്നില്ല. മടക്കി അടിക്കാനുള്ളതും അതേപോലെ ഹെമ്മിങ്ങും പ്രസ് ബട്ടൺ അറ്റാച്ചിങ്ങും ഒന്നും കാണിക്കുന്നില്ല കേട്ടോ. അതൊക്കെ ഒരുപാട് ലെങ്തി ആയി പോകും, അതുകൊണ്ടാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.